ഹായ് ഓൾ. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബജറ്റായിരുന്നു. അപ്പോൾ ബജറ്റിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾ ഞാൻ എൻ്റെ കവർ ഫോട്ടോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ നല്ല പൊളിയായിട്ടുള്ള ലെവലുകളിലാണ്. നമ്മൾ പറഞ്ഞ ലെവലുകളെല്ലാം വളരെ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. അത് എത്ര പേർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി, എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ സംഭവിച്ചെന്ന് നോക്കാം. നമ്മൾ ഇന്നലെ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് കണ്ടാൽ കറക്റ്റ് അറിയാം. മാർക്കറ്റ് ഇവിടെയായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. അപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് താഴോട്ടാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. 12,150 ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് 11,925 ആ റേഞ്ചിലും 2 ടാർഗറ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. കറക്റ്റായിട്ട് ലെവലൊക്കെ വരച്ച് കാണിച്ചായിരുന്നു. അപ്പോൾ പോസ്റ്റ് മാർക്കറ്റ് കാണാത്തവർക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അവിടുന്ന് പെതുക്കെ ഗ്രൈൻഡ് ചെയ്ത് മാർക്കറ്റ് നേരെ താഴോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, താഴോട്ട് വരാൻ തുടങ്ങി. ഇവിടെ ഒരു പ്രീവിയസ് സപ്പോർട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് എടുത്ത് കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തു. ഇവിടെ ആയപ്പോഴാണ് നമ്മുടെ ബജറ്റ് തുടങ്ങി കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ STCG ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STCGയുടെയും LTCGയുടെയും ടാക്സ് വർദ്ധിപ്പിച്ചു. അതായത് STCG ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 15 20 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 10 നിന്ന് 12 ടാക്സ് വർദ്ധിപ്പിച്ചു. ആ ടാക്സ് വർദ്ധിപ്പിച്ചതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ കണ്ടത്. നമുക്ക് ശരിക്കും ഇത് എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 12,150 വന്ന് തട്ടിയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് മേലോട്ട് കയറി. ഇത്രയും വരെ മാർക്കറ്റ് മേലോട്ട് കയറി. പിന്നെ അവിടുന്ന് അടുത്ത ലെവലിലോട്ട് വന്നു. 12,950 വരെ, നമ്മൾ 925 പറഞ്ഞത്, 12,950 വരെ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. നമ്മളിങ്ങനെ തന്നെയാണ് കറക്റ്റ് എന്നുള്ള ലെവൽ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം എടുത്തവർ. ഓക്കെ, അപ്പം ഇതായിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഓൾറെഡി ഇപ്പോൾ ഈ ടാക്സ് കൂട്ടിയപ്പോൾ അന്നേരം മാർക്കറ്റ് ഒന്ന് പ്രതികരിച്ചു. പിന്നെ മാർക്കറ്റ് അവിടുന്ന് അതുപോലെ തന്നെ റിക്കവർ ആയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയാം. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിം ആയാലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിം ആയാലും റീറ്റെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശങ്കയുളവാക്കുന്ന സംഭവമല്ല. വളരെ വലിയ ക്യാപിറ്റൽ വെച്ച് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നടത്തുന്നവർക്കും അല്ലെങ്കിൽ ഷോർട്ട് ടേം വലിയ ട്രേഡൊക്കെ എടുക്കുന്നവർക്കുമാണ് ഇത് ശരിക്കും ഒരു പണിയാകുന്നത്. കാരണം അവർ അത്രയും ടാക്സ് കൊടുക്കണം. നമ്മളെപ്പോലുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ്, നമ്മൾ ചിലപ്പോൾ 1, 2, 5, 10 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും, അല്ല സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും, അല്ല ഓപ്ഷൻ ചെയ്യുന്നവരായിരിക്കും, എന്തായിരിക്കും. അപ്പോൾ നമുക്കതിനകത്ത് നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു സാധാരണപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ടാക്സ് പ്രകാരം 3 ലക്ഷം രൂപ വരെ അവർക്ക് ഡിസ്കൗണ്ട്, ടാക്സ് ഫ്രീ ആണ്, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ 7 ലക്ഷം രൂപ വരെ, 3 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് 5% നമുക്ക് ടാക്സ് കൊടുക്കേണ്ടത്. എന്തിന്? കിട്ടുന്ന റിട്ടേണിൻ്റെ ലാഭത്തിൻ്റെ 5% കൊടുക്കണം. 3 ലക്ഷം രൂപയ്ക്ക് 7 ലക്ഷം രൂപയ്ക്ക്. അതിനകത്ത് തന്നെ നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ട്, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി റിബേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റിബേറ്റൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ CA ആയിട്ട് കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ റീറ്റെയിലിനെ അപേക്ഷിച്ച് ഇത് മാർക്കറ്റിൽ നമ്മളെ സംബന്ധിക്കുന്ന വലിയ വിഷയമല്ല. അപ്പം റീറ്റെയിലേഴ്സ് എന്താ വിചാരിക്കുന്നത്? ചെറിയ മാർക്കറ്റ് ഇടിയുമ്പം താഴേന്ന് നല്ല നല്ല സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കാനുള്ള അവസരമായിട്ട് അവരിതിനെ കണക്കാക്കും. അങ്ങനെ റീറ്റെയിലേഴ്സ് ചാടിക്കയറി വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചതാണ് ഇവിടെ കണ്ടത്. മാത്രമല്ല FIS ഇനി വാങ്ങിക്കാൻ തുടങ്ങും. കാരണം അവരുടെയും ടാക്സിനകത്തിൽ ഒരു സ്ലാഷസ് വരുത്തിയിട്ടുണ്ട്. അപ്പം അതും അവർക്ക് അത് മേടിക്കാനൊരു ഉത്തേജനം. അപ്പോൾ അവർ പറയുന്നത്, അതിൻ്റെ ഉദ്ദേശം പറഞ്ഞത്, കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് ആകർഷിക്കുക എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് അവരത് സ്ലാഷ് ചെയ്തതെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇനിയും കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈ വരും. കാരണം ഇന്ന് തന്നെ നിങ്ങൾ കണ്ടില്ലേ, HALൊക്കെ 4,500 വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു കയറി. കാരണം ആൾക്കാരൊക്കെ കാത്തിരിക്കുകയാണ് അത് വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു താഴ്ച വന്നപ്പം അവരൊക്കെ വാങ്ങിച്ചു കൂട്ടി. നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സും റീറ്റെയിലേഴ്സും
അത് വാങ്ങിച്ച് കൂട്ടി അവസരത്തിന് നോക്കിയിരിക്കുകയാണ് താഴെ കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്, അങ്ങനെയാണ് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിയത്. അപ്പം നല്ല നല്ല ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കും, അവസരം വരുമ്പോൾ വാങ്ങിക്കുക. അതുപോലെ നമ്മുടെ ടൈറ്റനൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നായിരുന്നു. അപ്പം അത് നോക്ക്, ഇന്നിപ്പോൾ 6-7% ഒറ്റയടിക്കുന്നു അത് തിരിച്ചു കയറി. കാരണം ഗവൺമെൻറ് സ്വർണത്തിൻ്റെ ടാക്സിനകത്തിൽ ഒരു ഒത്തിരി കുറവ് വരുത്തി. അപ്പോൾ അത് അവരുടെ പ്രോഫിറ്റ് കൂട്ടും. അങ്ങനെയാണ് ടൈറ്റനൊക്കെ ഇന്ന് കയറിപ്പോയത്. അപ്പം നമ്മൾ നല്ല നല്ല അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുക, ആ താഴെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള വരുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് വിട്ടുപോകുന്നു. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ലെവലുകളൊക്കെ അതുപോലെ റെസ്പെക്റ്റ് ചെയ്തു. അപ്പം നാളെ ഇനി എന്താ സംഭവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പ്രകാരം നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് കൂടുതലും ഞാൻ കാണുന്നത്. അങ്ങനെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം 364 അല്ലേ, ഒരു ഈ റേഞ്ചിലൊക്കെ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടാൻ 12,450, 400-450 റേഞ്ചിലൊക്കെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് കിട്ടാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. അങ്ങനെയാണ് ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 488 വരെ പോകാനുള്ള സാധ്യത നമ്മൾ കാണണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വരെ വന്നിട്ട് ഒന്നുകിൽ നേരെ ഇങ്ങനെ തിരിച്ചു വരും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് തന്നെ മേലോട്ട് പോകാനുള്ള സാധ്യത, പിന്നെയും പുതിയ ഒരു റാലിക്കുള്ള ഇവിടുന്ന് മേലോട്ട് പോകാനുള്ള സാധ്യത ഒക്കെ തള്ളി. ഇത് പിന്നെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം. ഓൾറെഡി ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ പോകുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ പോയാൽ ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇവിടുന്ന് നാളെ ഒരു ഗ്യാപ്പ് അപ്പാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗ്യാപ്പ് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചിലപ്പം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് ക്രോസ് ചെയ്ത് മേലോട്ട്. അപ്പോൾ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് നോക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ട് മാർക്കറ്റ് തിരിയുന്നു നോക്കുക. ഈ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് എങ്ങോട്ട് തിരിയുന്നു നോക്കുക. ഇവിടെയാണ് നമുക്കൊരു ട്രേഡ് കൺഫർമേഷൻ ഉള്ളത്. അപ്പം അതനുസരിച്ച് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു ട്രേഡ് ഇങ്ങോട്ട് എടുക്കാം. പക്ഷേ ഇതിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഞാൻ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഇവിടം വരെ വരാനൊക്കെയുള്ള സാധ്യതയുള്ളൂ. അതിൽ കൂടുതൽ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഞാനൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട്. വന്നാലും ഇവിടുന്ന് വന്നിട്ട് ചിലപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സലിനുള്ള സാധ്യത ഇനി തള്ളിക്കളയാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെ പോകാനുള്ള സാധ്യത നമുക്കതിനകത്തിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതാണ് നാളത്തേക്കുള്ള ലെവലുകൾ. ഓക്കെ. അപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ. പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. താങ്ക് യു ഓൾ.